മഴയേ തൂമഴയേ വാനം തൂണ്ട മഴയല്ലേ. നല്ല മഴ. അല്ലെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. എല്ലാം ഉണ്ടല്ലോ പുറകെയല്ലേ. നമ്മൾ വസന്തങ്ങളാവുന്നു. മഴയെക്കുറിച്ച് പറയുമ്പം ആരും വസന്തങ്ങളായി മാറും. നീ ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ ഏത് പിള്ളേരും ഇങ്ങനെ മഴയെക്കുറിച്ച് ചോദിക്കും. അതൊക്കെ നമ്മുടെ കാര്യം. ബോട്ടുണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു, വാങ്ങിയെറിയാൻ പോകുന്നു, തുളപ്പിച്ചവിടുന്നു, തോട്ടിപ്പോയിരുന്നു, മീൻ പിടിക്കുന്നു. ഞങ്ങളെ പണ്ട് ഒരു 5-6 കൂട്ടുകാരന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തോട്ടിൽ കുളിക്കാൻ പോകും. തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ വെള്ളം നല്ല കുത്തൊഴുക്കായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ തൂറാൻ മുട്ടും. ഇവൻ എന്നാ ചെയ്യും, ആരോടും പറയാതെ മേളിൽ ചെന്നിരുന്ന കാര്യം സാധിക്കും. എന്നിട്ട് പൊക്കോ എന്ന് പറയും. ഈ സാധനം ഒഴുകി വരുന്ന താഴെ കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെടുത്തായിരിക്കും. കുട്ടനാന്ന് തോന്നുന്നു ഒരു ദിവസം കുടംപുളിയാന്ന് പറഞ്ഞ് ചാടി പിടിച്ചു. അതുപോലെ കുളത്തിൽ പോകും. കുളത്തിൽ പോകുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളമായിരിക്കും. അപ്പൊ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അപ്പം മുള്ളാൻ പറ്റും. ഇങ്ങനെ പതുക്കെ ഒരു സൈഡിലേക്കിട്ട് മാറി നിന്ന് മൂത്രം ഒഴിക്കുമ്പോഴായിരിക്കും മെല്ലെ ഊളിയിട്ട് വെച്ചുണ്ടായിരുന്നു. പിന്നെ പറയാൻ നോക്കുകയും ശരിയാത്തില്ല. കാരണം ഞാൻ അവനോട് ആസ്വദിക്കട്ടെ എന്ന് ചോദിച്ചു. മാത്രമേ ഉള്ളൂ. ഓ, നിങ്ങളൊക്കെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി തൂറാൻ പറ്റുമ്പോൾ യൂറോപ്യൻ ക്ലസ്റ്റർ കൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ ചേട്ടായി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. കുളത്തിലിറങ്ങിയെന്ന് വളി വിട്ടു. ഇതിങ്ങനെ മോളിൽ നിന്ന് ബും 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 എന്ന് പറഞ്ഞ് പൊട്ടു. അതെന്നാ ഡിലേ ചെയ്തൊരു ചിരി. അല്ല, ചേട്ടന്റെ ഇപ്പോഴത്തെ രൂപത്തിൽ ഞാൻ ആലോചിച്ചു നോക്കി. നിനക്ക് ഇപ്പോട്ട് മഴ അനുഭവങ്ങളോ ഇതൊന്നുമില്ല? എനിക്ക് എന്റെ വൃത്തികെട്ട പരിപാടിയൊന്നും അല്ലായിരുന്നു. ഞാൻ ഫുള്ള് മീൻപിടുത്തായിരുന്നു. മീൻ പിടിക്കായിരുന്നു. രസമായിരുന്നു. രാവിലെ ഇറങ്ങും, മഴക്കാലം അല്ലെങ്കിൽ വെള്ളം പോകുന്ന സമയത്തൊക്കെ. ഒരു 3-4 പേരുണ്ട്. രാവിലെ ഇറങ്ങി മീൻ പിടിക്കാൻ തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്കും കറി വെക്കാനും വറക്കാനും ഉള്ളത് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും. വലയിട്ട് പിടിക്കും? അല്ല, ഞങ്ങൾ തുപ്പി കഴിയുമ്പോൾ ഈ തുപ്പൽ എന്നിട്ട് മീൻ പൊങ്ങി വരും. ആ സമയം നോക്കി അടിയിൽ തോട്ടിട്ട് ഒറ്റക്കൊക്കെ വെക്കും. തുപ്പും മീനെ പിടിക്കും. തനിക്ക് ഈ ട്രാജഡി കഥകൾ മാത്രമല്ലോ, നല്ല കഥകളൊന്നും ഇല്ലേ മഴയെപ്പറ്റി? പിന്നെ നല്ല കഥകളും. ഇതൊക്കെ ട്രാജഡി എന്നോട് നൊസ്റ്റാൾജിയ. പിന്നെ നീ പറഞ്ഞ പോലത്തെ ഒരു കഥയുണ്ട്. നല്ല തണുത്ത മഴ, ഒരു കടക്കേരി, ഞാനും രേഷ്മകൾ ഒരുമിച്ച്. കള്ള അതല്ല ഞാനെന്ന് വിളിച്ചിട്ട് നീ വരാഞ്ഞേ? അല്ല, മഴയത്ത്, തണുത്ത മഴയത്ത് രേഷ്മ അവളുടെ കുടയിലും ഞാൻ എൻ്റെ കുടയിലും. പിന്നെ അവിടുന്ന് അഭിജിത്ത് ഉണ്ടായിരുന്നു. അഭിജിത്ത് അവളുടെ കൂടെ കയറി അവരൊരുമിച്ച് നടന്നു. ഞാൻ എൻ്റെ വഴിക്ക് പോയി. അതൊക്കെ വിട്. ഞാൻ പറഞ്ഞേക്ക്, നല്ല തണുത്ത മഴ, ഒരു കട്ടകത്ത് ഒരു പഴമൊഴി. അത് വേണ്ട. നല്ല കട്ടൻ ചായ, നല്ല മുരുമുരാന്നിരിക്കുന്ന പരിപ്പ് മഴ. നിനക്കറിയാവോ, ഈ മഴ എന്ന് പറയുന്നതേ ദൈവന്മാര് മൂത്രം ഒഴിക്കുന്നതോ. അപ്പൊ ഇടിയെന്ന് പറയുന്നതയോ? മഴ ഇനി എപ്പ മാറാനാവാ? എത്ര ദിവസത്തേന്നറിയോ തുണി നനച്ചു കൂട്ടി വെച്ചേക്കുള്ളൂ. ഒക്കെ എവിടെ കൊണ്ടേ ഉണക്കും? അത് അലക്കിയതാന്ന്, മിനിഞ്ഞാന്ന് അലക്കിയത്, ഉണങ്ങണ്ടേ? തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറഞ്ഞ ടൈം ടേബിൾ വെച്ചാൽ ഞാൻ ഷർട്ട് ഇട്ടു ഒന്ന് ഉണക്കിയെടുക്കാൻ പണ്ടാരം പിടിച്ച മഴ നിൽക്കും. എങ്ങോട്ടേലും രാവിലെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഉന്മേഷത്തോടു കൂടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ വൃത്തികെട്ട മഴ. പിന്നെ റെയിൻകോട്ട് ഇട്ട് അതിലെ വർക്കിന് പോയി തിരിച്ചയച്ച് വിളിച്ചിങ്ങനെ. രാവിലെ ഒരു ചെറിയ വെയിൽ കാണുമ്പോൾ ഓടി പടച്ച തുണി മുഴുവൻ കൊണ്ട് വിരിച്ചിടും. അത് വിരിച്ചു തീർന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പന്ന മഴ വന്ന് വീഴും.
ഇതൊന്നും ഒന്നിച്ചു കഴിയുവാണെങ്കിൽ ഞാൻ വിരിക്കാതിരിക്കുകയില്ലേ. ദൈവമാരുമാരും മനുഷ്യനെ പറ്റിക്കുന്ന ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ല മഴ. എനിക്കും ഇഷ്ടമല്ല.